ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് വേൾഡ് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 2024 26,200 നമ്മൾ കണ്ടത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ആ ലെവൽസ് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് 24,600 ലെവൽസിലാണ്. ഇൻ കമ്പാരിസൺ എന്ന് വെച്ചാൽ ഏകദേശം 1,500-600 പോയിൻറ്റ് ഇപ്പോഴും നമ്മൾ ഓൾ ടൈം ഹൈന്ന് ഡൗൺ ആണ്. 2024 ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റ്സ് എല്ലാം വളരെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് 60% അപ്പാണ് ഫ്രം 2024. ഡൗ ജോൺസ് 30% അപ്പാണ്. കൊറിയൻ മാർക്കറ്റ് സബ് ബൈ മോർ ദൻ 100%. ജർമ്മൻ മാർക്കറ്റ്സ് ഡാക്സ് അതെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാം ഓൾ ടൈം ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ആർ ദ ഓൺലി അണ്ടർ പെർഫോമിങ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. അതിൻ്റെ റീസണ് എന്താണെന്ന് വെച്ചാൽ FI സെല്ലിംഗ് ആണ്. ഒക്ടോബർ 2024 മുതൽ ഇന്നേ ദിവസം വരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8.1 lakh crores വിറ്റിരിക്കുന്നത്. ഒരു 10 വർഷം മുമ്പൊക്കെ ഇതുപോലൊരു സെല്ലിംഗ് നടന്നിരുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നമ്മൾ റെസിലിയൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് മണി ഇഷ്ടംപോലെ നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് വരെയൊക്കെ ഒരു ആവറേജ് വി ആർ ഗെറ്റിംഗ് അറൗണ്ട് 30,000 to 40,000 crore rupees പെർ മന്ത് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മാർക്കറ്റ് താഴെ പോവാതെ ഇത്രയെങ്കിലും പിടിച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്തിനാണ് FIs നമ്മുടെ മാർക്കറ്റിൽ വിറ്റതെന്ന് നോക്കാം. ഈ പ്രയർ ടു 2024 വി വർ ഗ്രോയിങ് എന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെയൊക്കെ ഏർണിങ്സ് കമ്പൈൻഡ് ഏർണിങ്സ് ഓഫ് ദ ഇപ്പം നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ കമ്പൈൻഡ് ഏർണിങ്സ് ഓഫ് ദ 50 shares കംപ്രൈസ് ഇൻ ദി നിഫ്റ്റി അതെല്ലാം ഒരു 24% ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 24 ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഗ്രോത്ത് പെർഫോമൻസ് നമ്മൾ കുറഞ്ഞു. കോർപ്പറേറ്റ് ഏർണിങ്സ് കുറഞ്ഞു. അപ്പോൾ നേരത്തെ 24% ഏർണിങ്സ് ഉള്ളതുകൊണ്ട് FIs were ready to give us a higher valuation and that is why they were continuously buying. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ PE റേഷ്യോ ഒക്കെ 21 ആയിരുന്നു. അപ്പോൾ വെൻ ദി കോർപ്പറേറ്റ് പെർഫോമൻസ് സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ ഫ്രം സേ 24% ഇൻ 2024 സെക്കൻഡ് സെപ്റ്റംബർ ക്വാർട്ടറിലൊക്കെ ഇറ്റ് കെയിം ഡൗൺ ടു 8%, 9%. എല്ലാം സിംഗിൾ ഡിജിറ്റിലേക്ക് വന്നു. ഗ്രോത്ത് ഡബിൾ ഡിജിറ്റിൽ നിന്ന് ഇറ്റ് കെയിം ഡൗൺ ടു സിംഗിൾ ഡിജിറ്റ്. അങ്ങനെ സിംഗിൾ ഡിജിറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് FIs they stopped buying and they started selling because എമർജിങ് മാർക്കറ്റ്സിൽ ഏറ്റവും വാല്യുവേഷൻ കൂടിയ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റായിരുന്നു. 21 PE നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. They were ready to give a higher valuation to our markets because we were doing extremely well. When the corporate earnings came down, other emerging markets like Indonesia, അല്ലാന്നുണ്ടെങ്കിൽ തായ്വാൻ, അങ്ങനെയുള്ള മാർക്കറ്റ്സൊക്കെ they were trading at a PE of only 10. അപ്പം 21 PE ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ്സ് ഗ്രോത്ത് ഇല്ല. 10 PE ട്രേഡ് ചെയ്യുന്ന അതർ എമർജിങ് മാർക്കറ്റ്സ് they look cheaper. So what they did, they continuously started selling in the Indian stock markets from October 24 onwards. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 8 ലക്ഷം കോടി രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. ഇറ്റ് വിൽ കം ടു അറൗണ്ട് $84 billion. എന്നിട്ട് നമ്മൾ ഈ ഓൺസ്ലോട്ട് അത് വി വർ ഏബിൾ ടു വിസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോഴും ഞാൻ പറയുന്ന കണക്ക് ഒരു 1,500 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 67% മാത്രമേ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഡൗൺ ആയിട്ടുള്ളൂ. ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 100 ദിവസത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നിഫ്റ്റി വന്നിട്ട് ഇറ്റ് ഈസ് ഹവറിങ് അറൗണ്ട് 23,800, 24,500 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് നമ്മുടെ മാർക്കറ്റ് ഇനി നമ്മൾ തിരിച്ച് കയറുന്നത് എന്നുള്ളത് എല്ലാവരുടെയും നമ്മുടെ മനസ്സിൽ ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബാഡ് ടൈംസ് ആർ ഓവർ. ഫ്രം ഹിയർ ഐ ഫീൽ ദ മാർക്കറ്റ്സ് വിൽ ഗോ അപ്പ് വെരി ഷാർപ്ലി എന്ന് പറയുന്നില്ല. ബട്ട് ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ ക്രോസ് ദ പ്രീവിയസ് ഹൈ ഓഫ് 26,200 ദിസ് ഇയർ ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താണ് നിങ്ങൾ റീസൺ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫൗണ്ട് ഔട്ട് 7 റീസൺസാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസസ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇറാൻ US കോൺഫ്ലിക്റ്റിൽ crude oil went up to $120. Again, it came down to around
$80. Again it went up to $110. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കൊരു $80 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് അഫക്റ്റ് എസ് മച്ച്. വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് ക്രൂഡ് ഓയിൽ. നമ്മുടെ 90% ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസസ് ഹൈ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ എക്കോണമി വിൽ നോട്ട് പെർഫോം വെൽ. അപ്പം നൗ ദ ക്രൂഡ് ഓയിൽ പ്രൈസസ് കം ഡൗൺ. നമ്മൾ അപ്പോൾ അവിടെ ഇറാൻ US വാറൊന്നും തീർന്നിട്ടൊന്നുമില്ല. സെക്കൻഡ് ഈസ് നമ്മുടെ എക്കണോമിക് മൊമെൻറ്റം വളരെ സ്ട്രോങ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദി നെഗറ്റീവ് ഫാക്ടേഴ്സ് ലൈക്ക് ഹൈ ക്രൂഡ് ഓയിൽ പ്രൈസസ്, വീക്ക് മൺസൂൺസ്, then continuous selling by FIs and currency depreciation. ഇതെല്ലാം നെഗറ്റീവ് ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ഇത്രയും നെഗറ്റീവ് ഫാക്ടേഴ്സ് വന്നിട്ടും നമ്മുടെ എക്കോണമി റെസിലിൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സീ നേരത്തെ നമ്മൾ ഫുൾ ഇയർ പ്രൊജക്ഷൻ GDP ഗ്രോത്ത് വാസ് പ്രൊജക്റ്റഡ് അറ്റ് 6.6%. യെസ്റ്റർഡേ RBI മീറ്റിംഗ് വാസ് ദെയർ. അവരൊരു 6.7% GDP ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അമംഗ് ദി ബെസ്റ്റ് GDP ഗ്രോത്ത് ഇൻ ലാർജ് എക്കോണമീസ്, എമർജിംഗ് എക്കോണമീസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡറിങ് ഓൾ ദി ഫാക്ടേഴ്സ്, ഇറ്റ് വോണ്ട് ബി സർപ്രൈസിങ് ഈവൻ ഇഫ് അവർ GDP ടച്ചസ് 7% ദിസ് ഇയർ. പിന്നെ വേറെ പോസിറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് ഗ്രോത്ത് ഒരു 18%, എന്ന് വെച്ചാൽ ബാങ്കിലുള്ള ക്രെഡിറ്റ് ഗ്രോത്ത് 18% കൂടിയിട്ടുണ്ട്. ദാറ്റ് നാച്ചുറലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഇസ് എക്കോണമിക് ആക്ടിവിറ്റി. പിന്നെയുള്ള ഓട്ടോമൊബൈൽ സെയിൽസ് 28%. ജൂലൈ ഇയർ ഓൺ ഇയർ ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 28%. അപ്പോൾ ഇതെല്ലാം ഈ ഓട്ടോമൊബൈൽ സെയിൽസ് നമ്മുടെ ഈ എക്കോണമിയുടെ റിക്കവറിയുടെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഗവൺമെൻറ് എടുത്തിട്ടുള്ള സ്ട്രോങ് സ്റ്റെപ്സാണ്. ഒന്ന് GST കട്ട്, രണ്ടാമത്തത് IT റിഡക്ഷൻ, അങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്. ഐ തിങ്ക് 2 or 3 times they have cut the interest rate. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ലിക്വിഡിറ്റി മാർക്കറ്റിൽ കൂട്ടിക്കൊണ്ടാണ് ഓട്ടോമൊബൈൽ സെയിൽസ് എല്ലാം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നത്. അപ്പോൾ തേർഡ് എനിക്ക് പറയാനുള്ളത് FI സെല്ലിങ്ങാണ്. FI സെല്ലിങ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ FI സെല്ലിങ് കണ്ടിന്യൂസ് ആയിട്ട് FI സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൗ FIs ഹാവ് സ്റ്റോപ്ഡ് സെല്ലിങ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ജൂലൈയിൽ FIs have sold only 5,000 crore worth of shares. Negligible amount ആണ് കമ്പയർഡ് ടു ദി പ്രീവിയസ് 3 months. പ്രീവിയസ് 3 months അവരൊരു 50,000 crores അവർ ആവറേജ് സെല്ലിങ് നടത്തിയിട്ടുണ്ട്. 50,000 crores വെച്ച് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ജൂലൈയിൽ 5,000 കോടിയെ സെല്ലിങ് നടത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 out of 7 days they are buyers. ഒരു വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും ബൈ ചെയ്യുന്നില്ല. ബട്ട് ഐ തിങ്ക് ദെയർ സെല്ലിങ് ഈസ് ഓവർ. ഇപ്പോൾ FIs വാങ്ങണ്ട, ഞാൻ എപ്പോഴും പറയാറുള്ളത് കണക്ക്, ഈവൻ ഇഫ് ദേ സ്റ്റോപ്പ് സെല്ലിങ്, ദ ഡൊമസ്റ്റിക് മണി ഒരു 50,000 കോടി 40,000 കോടിയെല്ലാം വരുന്നത്, അത് മാത്രം മതി നമ്മുടെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഓട്ടോമൊബൈൽ സെയിൽസ്, ഞാൻ പണ്ട് 2003 നമ്മുടെ ഇൻഫോ ലൈൻ എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2003 സെൻസെക്സ് 3000 ആയിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ ഫസ്റ്റ് എഡിഷൻ ഓഫ് ക്യാപ് സ്റ്റോക്സ് ഇൻഫോ ലൈന് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിനകത്ത് ആ 2003 ഞാൻ ആർട്ടിക്കിളിനകത്ത് എഴുതി, ആ ഇൻഫോ ലൈൻ ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ അതിനകത്ത് എഴുതി വെച്ചാൽ, അന്ന് 3000 ആയിട്ടുള്ളൂ, 2900 3000 സെൻസെക്സ് നിൽക്കുകയാണ്. ആ സമയത്ത് ഐ സോ ദാറ്റ് ദർ വാസ് എ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ഓട്ടോ സെയിൽസ്. അപ്പോൾ ഓട്ടോ സെയിൽസ് ഇസ് ദി ലീഡ് ഇൻഡിക്കേറ്റർ ഓഫ് ദി റിക്കവറി ഇൻ എക്കോണമി. എന്താണ് റീസൺ? നമുക്കൊരു കാർ മേടിക്കണമെന്ന്, ഒരു കാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രക്ക്, എനിക്കൊരു കാർ മേടിക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിനി അടുത്തൊരു 3 വർഷത്തേക്ക് എനിക്കത് EMI അടയ്ക്കാനുള്ള റവന്യൂ ഉണ്ടോ എന്നുള്ളത് എൻ്റെ മനസ്സിലേ അറിയാവൂ. അപ്പോൾ വേറെ ആർക്കും അറിയില്ല, വേറെ ആർക്കും ആ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അടുത്ത ഒരു 3 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എനിക്ക് റവന്യൂ കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ദ കോൺഫിഡൻസ് ഇൻ പീപ്പിൾസ് മൈൻഡ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി ഓട്ടോമൊബൈൽ സെയിൽസ്. അപ്പോൾ ഓട്ടോമൊബൈൽ സെയിൽസ് കുറേ കാലമായിട്ട് വളരെ, എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ GST റിഡക്ഷനും ഈ IT റിബേറ്റും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും എല്ലാം വന്ന് അപ്പം മുതൽ ഓട്ടോമൊബൈൽ സെയിൽസ് കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ ജൂലൈയിലെ സെയിൽസ് വന്നിട്ട് ദ സെയിൽസ് ഇസ് 26% ഹയർ ദെൻ ദി പ്രീവിയസ് ജൂലൈ. ഇത്രയും ഓട്ടോമൊബൈൽ സെയിൽസ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് വെഹിക്കിൾസ് സോൾഡ്
ഇറ്റ് ഈസ് നെവർ ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അത്രയ്ക്ക് സെയിൽസാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. ഇഫ് യു സീ ടാറ്റ മോട്ടോഴ്സ് 59% ആണ് ഇൻക്രീസ് ഇൻ സെയിൽസ് ഓഫ് ടാറ്റ മോട്ടോഴ്സ് ഇയർ ഓൺ ഇയർ. അവരുടെ മിക്കവാറും എല്ലാം ഈ EV വെഹിക്കിൾസാണ്. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു ലീഡ് ഇൻഡിക്കേറ്റർ ഇൻ ദി റിക്കവറി ഓഫ് എക്കോണമി. അപ്പോൾ നമ്മൾ 2 വർഷത്തെ മാർക്കറ്റിൻ്റെ അണ്ടർ പെർഫോമൻസ്, പിന്നെ FI സെല്ലിങ് അത് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഉള്ള Q1 റിസൾട്ട്സ്. ഇപ്പം നമ്മൾ ക്വാർട്ടർലി റിസൾട്ട്സ് ഇപ്പോൾ വന്നു. ക്വാർട്ടർലി റിസൾട്ട്സിൻ്റെ സെയിൽസ് ഇറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ 22%. ഏർണിങ്സ് ഇറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ 11%. ഇപ്പോൾ 11% ഏർണിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ 2023 വി ഹാഡ് ആൻ ഏർണിങ്സ് ഗ്രോത്ത് ഓഫ് 25% ഓൾ, ആൻഡ് പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് ഇറ്റ് കെയിം ഡൗൺ ടു 6%, 7%. സോ 11% ഡബിൾ ഡിജിറ്റ് ഏർണിങ്സ് കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു 2 വർഷമായി. അപ്പം ഏർണിങ്സ് ഗ്രോത്ത് ഈസ് ദെയർ. ദാറ്റ് ഇസ് എ വെരി സ്ട്രോങ് ഇൻഡിക്കേറ്റർ ദാറ്റ് ദ മാർക്കറ്റ് മേ റിവൈവ്. പിന്നെ ഉള്ളത് നമ്മുടെ GST കളക്ഷൻ, പിന്നെ അഡ്വാൻസ് ടാക്സ് കളക്ഷൻസാണ്. ഇഫ് യു സീ GST കഴിഞ്ഞ വർഷം GST കട്ട് ചെയ്തു 28% 18%, 18% ഉള്ളത് 12% ആക്കി, 12% ഉള്ള 5% ആക്കി. അപ്പം പീപ്പിൾ വെയർ വറീഡ് ദാറ്റ് ഇത്രയും GST കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഗവൺമെൻറ്റിൻ്റെ റവന്യൂസ് ഒത്തിരി കുറയുമെന്നുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് മന്ത് ദ GST കളക്ഷൻ വാസ് ജൂലൈയിൽ ഇറ്റ് വാസ് 2.11 lakh crores. എൻ്റെ പ്രീവിയസ് ഇയറിനെക്കാട്ടി 17-18% കൂടുതലാണ്. അപ്പോൾ GST കുറച്ചിട്ടും GST കളക്ഷൻ കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ദെയർ ഈസ് എക്കോണമിക് ആക്ടിവിറ്റി ആൻഡ് റിവൈവൽ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ GST കളക്ഷൻ കൂടിയത്. അതേപോലെ നമ്മുടെ ഇൻകം ടാക്സ്, അഡ്വാൻസ് ടാക്സ് കളക്ഷൻസ്, കോർപ്പറേറ്റ് ടാക്സ് വെൻ്റ് അപ്പ് ബൈ 22%. അപ്പം അഡ്വാൻസ് ടാക്സ്, അപ്പം ഇപ്പം നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്കറിയാം നമ്മൾ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടി 22% അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വർഷത്തെക്കാട്ടി 22% എങ്കിലും ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 24,600 എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. 24,600 പല പ്രാവശ്യം വന്നിട്ടുള്ളൊരു ലെവലാണ് മാർക്കറ്റിൽ. അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഈ 24,600 റെസിസ്റ്റൻസ് ഈ ആഴ്ച കട്ട് ചെയ്ത് 24,700, 750 എല്ലാം പോയിട്ട് ഇന്നലെ നോക്കുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് 24,570 or 600. ബട്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ ചാർട്ടിൽ 24,600 has been decisively crossed, and in the coming days I am sure that the market will go up and we will see new highs this year. Thank you.